നമസ്കാരം. ഇറാനുമായി ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന യുദ്ധം ഇന്ന് മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. ഇപ്പോഴും ആക്രമണം തുടരുക തന്നെയാണ്. പക്ഷേ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, അമേരിക്കയും ഇസ്രായേലും പോലെയുള്ള ലോകത്തെ ഏറ്റവും പ്രതിരോധ ശേഷിയുള്ള രണ്ട് രാജ്യങ്ങൾ നടത്തിയ ആക്രമണത്തിലും ഇറാൻ്റെ മിസൈൽ ശേഖരം തകരുന്നില്ല എന്നുള്ളതാണ്. ഇത്രയധികം മിസൈലുകൾ ഇവർക്ക് കൈവശമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പലർക്കും സംശയം തോന്നുന്നത്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ആക്രമണം അറബിക്കടലും കടന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡിഗോ ഗാർസിയ എന്ന ദ്വീപ സമൂഹത്തിൽ അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി അവർക്ക് അവിടെ ഒരു സൈനിക താവളമുണ്ട്. വലിയ വിമാനത്താവളവും സൈനിക കേന്ദ്രവും അവിടെ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഒക്കെ തന്നെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഡിഗോ ഗാർസിയ. ഇത് മാലദ്വീപിന് തൊട്ടടുത്താണ്. ചുരുക്കത്തിൽ ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്ക് തന്നെ വലിയൊരു ഭീഷണിയായി ഈ സൈനിക താവളം മാറുമെന്ന് നേരത്തെയും പലരും മുന്നറിയിപ്പ് നൽകിയിരുന്നതുമാണ്. കഴിഞ്ഞ ദിവസം 2 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഇന്നലെ ഡിഗോ ഗാർസിയയിലെ ഈ സൈനിക താവളം ലക്ഷ്യമാക്കി അയച്ചത്. ഇതിൽ ഒരു മിസൈൽ നേരത്തെ തന്നെ നിലം പതിച്ചു എന്നും മറ്റൊരു മിസൈലിനെ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ വെടിവെച്ചിട്ടു എന്നുമാണ് പറയുന്നത്. ഏതായാലും ഇത്രയും ദൂരത്തിൽ സ്ഥിതി ചെയ്തിട്ട് പോലും അവിടേക്ക് പോലും ഇറാന് ബാലിസ്റ്റിക് മിസൈൽ അയക്കാൻ കഴിയുന്നത് എല്ലാവരെയും അത്ഭുതത്തിലും അതേസമയം ആശങ്കയിലും പെടുത്തിയിരിക്കുകയാണ്. ഏതായാലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇതിന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒരുപക്ഷെ ഡിഗോ ഗാർസിയയിൽ നിന്ന് ഒരു വിമാനത്തിന് തിരുവനന്തപുരത്ത് എത്താൻ പോലും വളരെ കുറച്ച് സമയം മതി എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. കാരണം അത്രയും അടുത്ത സ്ഥലമാണ്. ഏതായാലും ഈ ഒരു ആക്രമണത്തെ പ്രതിരോധിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ തന്നെ കഴിഞ്ഞിരുന്നു എങ്കിൽ പോലും ഇത് ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങൾക്ക് ശ്രീലങ്കയിലെ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങാനുള്ള അനുമതി സർക്കാർ നിഷേധിച്ചിരുന്നു. ഇത് ഏവരെയും ഞെട്ടിപ്പിച്ചൊരു സംഭവമാണ്. ശ്രീലങ്ക പോലുള്ള ഒരു ചെറിയ രാജ്യം അമേരിക്ക പോലുള്ള ഒരു വൻ ശക്തിയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അവരുടെ യുദ്ധവിമാനങ്ങൾ ഇറങ്ങാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത് അമേരിക്കൻ സർക്കാരിനെയും വെട്ടിലാക്കിയിരുന്നു. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണമെങ്കിൽ ശ്രീലങ്കയെ പോലും ആക്രമിക്കാനുള്ള സംവിധാനമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കഴിയും എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് ശ്രീലങ്ക ഇത്തരത്തിലുള്ളൊരു തീരുമാനമെടുത്തത് എന്ന് വേണം കരുതാൻ. ഇറാൻ്റെ ആക്രമണ പരിധിയിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കണമെന്ന ശ്രീലങ്കയുടെ ആഗ്രഹം തന്നെയായിരിക്കാം ഒരുപക്ഷെ അമേരിക്കയെ പോലും ധിക്കരിക്കാനുള്ള ഈ ഒരു തീരുമാനത്തിലേക്ക് അവരെ എത്തിച്ചത് എന്ന് വേണം കരുതാൻ. ഏതായാലും യുദ്ധം വലിയൊരു മാറ്റത്തിന് തന്നെ, ലോകക്രമത്തിൽ വലിയ മാറ്റത്തിന് തന്നെ കാരണമായി മാറി എന്നാണ് പറയപ്പെടുന്നത്. എല്ലാ കാലത്തും അതീവ സുരക്ഷിതം എന്ന് നമ്മളൊക്കെ കരുതിയിരുന്ന ഗൾഫ് രാജ്യങ്ങളിൽ പോലും നിരന്തരമായി ഇപ്പോൾ ഇറാൻ്റെ മിസൈലുകളും ഡ്രോണുകളും എത്തുന്നു. അവിടെ സ്ഫോടനങ്ങളും മറ്റും സംഭവിക്കുന്നുണ്ട്. വലിയ തോതിലുള്ള ആൾനാശമൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും ലോകം ആകെ തന്നെ ഇപ്പോൾ ഒരു യുദ്ധഭീഷണിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ വലിയ താമസമില്ലാതെ യുദ്ധം അവസാനിപ്പിക്കും എന്നാണ് കരുതപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് ഇറാൻ്റെ എണ്ണക്കിണറുകൾ തങ്ങൾ ആക്രമിക്കുകയില്ല എന്നാണ്. ഇക്കാര്യം ഇസ്രായേലും വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും മറുവശത്തു കൂടി അവർ ആക്രമണം തുടരുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഇവിടെ വരുന്ന ഒരു പ്രതിസന്ധി, അമേരിക്ക ഒരുപക്ഷെ ഇതിൽ നിന്ന് പിന്മാറാം അല്ലെങ്കിൽ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞാലും ഇസ്രായേൽ അതനുസരിക്കുമോ എന്നുള്ളതാണ് ഇവിടെ വരുന്നൊരു ചോദ്യം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ പൂർണ്ണമായും നശിപ്പിച്ച് കളയുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. തങ്ങളുടെ രാജ്യത്തേക്ക് ഇറാൻ മാത്രമല്ല, ഇറാൻ്റെ പ്രോക്സി സംഘടനകളായ ഹിസ്ബുള്ളയും ഹൂത്തി മുതലും ഹമാസും ഒക്കെ നടത്തുന്ന ആക്രമണങ്ങളിൽ സഹിയായിട്ടിരിക്കുകയാണ് ഇസ്രായേൽ ഭരണകൂടം. അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ്. പക്ഷേ ഇറാൻ്റെ കൈവശം അധികം യുദ്ധവിമാനങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും അവരുടെ കയ്യിൽ ഇത്രയധികം മിസൈലുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒരുപക്ഷെ ഇസ്രായേലിന് പോലും അറിഞ്ഞുകൂടായിരുന്നിരിക്കാം എന്ന് വേണം കരുതാൻ. മാത്രമല്ല, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാലാൾപ്പട അതിശക്തമാണ്. അവിടെ നേരിട്ട് കരയുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ അതത്ര എളുപ്പമാകില്ല എന്നുള്ള കാര്യം അമേരിക്കയ്ക്കും ഇസ്രായേലിനും നന്നായിട്ട് അറിയുകയും ചെയ്യാം. പക്ഷേ അമേരിക്കയും ഇസ്രായേലും അവരുടെ വ്യോമ പ്രതിരോധ ശേഷി പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് ഇറാനിൽ ആക്രമണം നടത്തിയാൽ ഇറാനെ പിടിച്ചേൽക്കാൻ കഴിയില്ല എന്നുള്ള കാര്യവും ഉറപ്പാണ്. ഒരുപക്ഷെ ഡിഗോ ഗാർസിയയിൽ അമേരിക്കൻ ബ്രിട്ടനും ഇത്തരത്തിലുള്ളൊരു സംയുക്ത സൈനിക താവളം നിർമ്മിച്ചതിന് ശേഷം ആദ്യമായിട്ടായിരിക്കാം ഒരു ശത്രു രാജ്യം അവിടേക്ക് മിസൈൽ ആക്രമണം നടത്തുന്നത്. ഏതായാലും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ മുൻകൈ എടുത്തതിന് ഒരു ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം പല വിദേശ രാഷ്ട്ര തലവന്മാരെ ചർച്ച നടത്തുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും നിലവിലെ അവസ്ഥയിൽ നരേന്ദ്രമോദിയെ പോലെ ലോകത്തെ എല്ലാ രാജ്യ തലവന്മാരും അംഗീകരിച്ച ഒരു വ്യക്തി ഇതിന് മുൻകൈ എടുക്കാൻ ഇറങ്ങിയാൽ അത് ഒത്തുതീർപ്പാകുമെന്ന് തന്നെയാണ് പൊതുവെ എല്ലാവരും കരുതുന്നത്. ഏതായാലും യുദ്ധം ഇങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും, തൊഴിലില്ലായ്മ ഉണ്ടാക്കും, ഇന്ധനവില ഉയരും. ഇപ്പോൾ തന്നെ പാചകവാതകം പോലും കിട്ടാനില്ലാത്ത അവസ്ഥയിലേക്കാണ് ലോകം നീങ്ങുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടുകൾ ചൂടാക്കാൻ ഉപയോഗിക്കാനും ഈ ഗ്യാസാണ് ഉപയോഗിക്കുന്നത്. ഇതൊന്നും കിട്ടാതെ വന്നാൽ ഇത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും ഇതിൻ്റെ എല്ലാം
ചോദ്യമുന അവസാനം എത്തി നിൽക്കുന്നത് ഡൊണാൾഡ് ട്രംപിലേക്കായിരിക്കുമെന്നും അമേരിക്ക നന്നായിട്ട് അറിയാം. കൂടുതൽ പണം യുദ്ധത്തിനെ അനുവദിക്കണമെന്ന് ട്രംപ് അമേരിക്കൻ സെനറ്റിനോടൊക്കെ തന്നെ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ചിന്തിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ റഷ്യയും ചൈനയും എല്ലാം കൂടി ഇടപെട്ട് ഇതിനൊരു മൂന്നാം ലോക മഹായുദ്ധമാകുമോ എന്ന് എല്ലാവരും ഭയക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഇറാൻ ഇത്തരത്തിലുള്ള അമേരിക്കയും ബ്രിട്ടനെയും ഒരേ സമയം നടുക്കിക്കൊണ്ടുള്ള ഒരു ആക്രമണം, ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം അവരുടെ അതീവ സുരക്ഷാ മേഖലയിലുള്ള സൈനിക കേന്ദ്രത്തിലേക്ക് നടത്തിയിരിക്കുന്നത്.